ഇത് ബേക്കലിൽ തന്നെയുള്ള ബേക്കൽ ഫോർട്ടിനടുത്തുള്ള ബീച്ചാണ്. സ്ഥലത്തിന്റെ പേര് ബേക്കൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു സംഭവം കാണാൻ പറ്റും. ഈ ബേക്കാച്ചി എന്ന് ഇരിക്കുന്നത് എന്താണെന്നോ? ഓക്കെ, ഇത് ബേക്കാച്ചി എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയാ, ബീച്ചിന് സമീപത്തുള്ള ഒരു കഫേ ആണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാം. അപ്പൊ ഈ ബേക്കാച്ചി എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാസർഗോഡുകാർക്ക് ഈ വാക്ക് സുപരിചിതമായിരിക്കും. ഇതാണ് ബേക്കാച്ചി. ബേക്കാച്ചി എന്ന് പറയുന്ന ഇവിടെ ഒരു ബീച്ച് കഫേ ആണ്. ഇതിപ്പോ എന്തോ കാരണത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കൂടി നടന്ന് കുറച്ചു ദൂരം എന്താ പറയാ, നല്ലൊരു ആംബിയൻസിൽ നടന്ന് നമുക്ക് ബീച്ചിലെത്താൻ പറ്റും. ബീച്ചിലെത്തുമ്പോൾ നിറയെ കഫേയും കുറെ ചെറിയ ചെറിയ കടകളും ഇപ്പൊ എന്താ പറയാ, പാനിപ്പൂരി പോലത്തെ സ്ഥലം ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉള്ളൊരു നല്ലൊരു കൺസെപ്റ്റാണിത്. ഒരു ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു കൺസെപ്റ്റാണ്. ഞാനത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ബേക്കാച്ചി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് വാഴക്കപ്പം എന്ന് പറയും. മുകളിലോട്ട് വരുന്തോറും പഴംപൊരി എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, ഈ പഴംപൊരി തന്നെയാണ് ഇവര് ബേക്കാച്ചി എന്ന് പറയുന്നത്. കാസർഗോഡ് എല്ലാവരും ബേക്കാച്ചി എന്ന് പറയാറില്ല. കാസർഗോഡ് ഭാഗത്ത് ചില ആൾക്കാർ മാത്രമേ ബേക്കാച്ചി എന്നുള്ള പേര് ഉപയോഗിക്കാറുള്ളൂ. വാഴയ്ക്ക കാച്ചിയത്, ഇവര് വാഴയ്ക്ക എന്ന് പറയില്ല, വാഴയ്ക്ക എന്നാ പറയാ. വാഴയ്ക്ക കാച്ചിയത് എന്ന പേര് ലോപിച്ചാണ് ഈ ബേക്കാച്ചി എന്ന് ആയിട്ടുള്ളത്. അത് കാസർഗോഡ് ചില ഭാഗത്തുള്ള ആൾക്കാർ മാത്രമേ ആ വാക്ക് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നല്ല വ്യത്യസ്തമായ ഒരു പേരും വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റുമാണ്. പക്ഷെ ഇത് കൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല.